വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റിൽ വീട്ടിൽ തന്നെ നെയ്യും വെണ്ണയൊക്കെ ഉണ്ടാക്കാനുള്ള എളുപ്പ വഴിയായിട്ടാണ് ഇന്ന് വന്നത് കേട്ടോ. ഇതിനു മുമ്പ് ഞാനൊരു നെയ്യ് ഉണ്ടാക്കുമ്പോൾ വേസ്റ്റേജ് കൂടുതലുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതല്ലാതെ ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. അതിനായിട്ട് തണുത്ത പാലെടുക്കുക തിളപ്പിച്ചത്. പിറ്റേ ദിവസം അതായത് ഇതിനെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അതിൻ്റെ പാടില്ലേ, ആ പാട അങ്ങോട്ട് എടുത്ത് മാറ്റുക. ഒരു പാത്രത്തേക്ക് എടുത്ത് മാറ്റിയിട്ട് നേരെ ഫ്രീസറിൽ കൊണ്ടുവയ്ക്കുക കേട്ടോ. അങ്ങനെ ഒരാഴ്ച ഡെയിലിയുള്ള പാലൊക്കെ എടുത്ത് ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് നല്ല കട്ടിയായിരുന്നിരുന്നു. അതിനെ ഒരു 2 മണിക്കൂർ പുറത്ത് വെച്ച് ഡീഫ്രീസ് ചെയ്തതിന് ശേഷം അതിനെ ഒരു കുപ്പിയിലേക്ക് ഇതേമാതിരിയുള്ളൊരു കുപ്പിയിലേക്കോ അല്ലെങ്കിൽ ഒരു ബൗളിലേക്കോ ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കാം കേട്ടോ. ഇതപ്പോൾ ഇതിനൊക്കെ കലക്കി ഞാൻ ഉള്ള പാട മുഴുവൻ മിക്സാക്കി കുറച്ച് വെള്ളമൊക്കെ വെച്ച് 1/2 കപ്പ് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മോരോ തൈരോ, തൈരാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ മതി. ഇത് മോരാകുമ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ച് കൊടുക്കുക. ഒരു 5 ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അതിന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചങ്ങോട്ട് ഓവർനൈറ്റ് വയ്ക്കുക. അപ്പോൾ ഇതാ വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അത് നല്ല കട്ടിയായിട്ടുണ്ടാവും കേട്ടോ. ഇത് വെണ്ണയുടെ ഒരു ഫസ്റ്റ് സ്റ്റേജാണ്. അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് അതിന് ജസ്റ്റ് ഒന്ന് ഇളക്കുക. എന്നിട്ട് മിക്സിയുടെ ജ്യൂസറിൻ്റെ ബ്ലെൻഡറിലേക്ക് ഇടുക കേട്ടോ. ഇതല്ലാതെ ബ്ലെൻഡറിൽ ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കുക, അത് ഞാൻ വേറെ കാണിക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് കേട്ടോ അത് മാത്രം ആക്കുക. ഇത് അടിച്ച് വന്നപ്പോൾ സൂപ്പറായിട്ട് ബട്ടർ വന്നിട്ട് കണ്ടോ. ഈ മുകളിലുള്ളത് മുഴുവൻ ബട്ടറാണ് കേട്ടോ. നമുക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ വരുന്നു, നമുക്കറിയാം അതിൻ്റെ കൺസിസ്റ്റൻസിയും ബാക്കിയുള്ളത്. അപ്പോൾ അതിന് ഇതങ്ങനെ ബട്ടർ ഫുള്ള് മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ ബട്ടർ എടുത്തതിന് ശേഷമുള്ള ഈ മോരിനെ വേണമെങ്കിൽ കുറച്ചും കൂടി മോരൊക്കെ ചേർത്ത് നിങ്ങൾക്ക് സംഭാരമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നല്ല അടിപൊളി ബട്ടർ കണ്ടോ വളരെ പെട്ടെന്ന് റെഡിയായി. ഇനി ഇതിന്ന് നെയ്യ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഈ ബട്ടർ എണ്ണ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മെല്ലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്കാക്കുക. കുറച്ച് സമയം എടുക്കും, 10-15 മിനിറ്റ് എടുക്കും നന്നായിട്ട്. പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കണ്ടോ കക്കൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് വേസ്റ്റേജ് കേട്ടോ വളരെ കുറവാണ്. ഒരു ബ്രൗണിഷ് കളറാകുമ്പോൾ ഇത് ഓഫ് ചെയ്യണം. നല്ല ഫ്ലേവറും വരും. നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആകുമ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ. ഈ ചീനിച്ചട്ടി നല്ല അടിക്കാനുള്ള പാത്രമാണ്. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറുമ്പോൾ സ്ട്രെയിൻ ചെയ്ത് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ വളരെ കുറച്ച് നമ്മുടെ ഇതേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ അടിയിൽ വേസ്റ്റ് കക്കൻ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഈ കക്കന് കൂടിയാകുമ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടറിയാം. ഇങ്ങനെയല്ലാതെ നമ്മൾ മോരൊഴിക്കാതെ ക്രീമിൽ നിന്നുണ്ടാക്കുമ്പോൾ വളരെ കൂടുതലായിരുന്നു വേസ്റ്റേജ്. ഇത് കണ്ടോ വളരെ കുറവ് വേസ്റ്റേജിൽ നിന്ന് അടിപൊളി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യും തയ്യാറ്. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ബൈ.